വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈലാ തഅദു അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിലോ അള്ളാഹ് നമ്മളോട് പറയാം, ഒന്നും സംഭവിക്കുന്നില്ല. നേരെ കൂട്ടി നേരത്തെ തന്നെ അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചിട്ടല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന്. എന്തിനാണ് അങ്ങനെ ഒരു നേരത്തെ എഴുതി വെച്ചത്? ലിഖൈലാ തഅസൗ അലാ മാ ഫാതകും, നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടാതിരിക്കാനാണ്. വലാ തഫ്റഹൂ ബിമാ ആതാകും, കിട്ടിയ ഒരു സംഗതിയുടെ പേരിൽ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കാനുമാണ്. എന്നിട്ട് പറയാം, അങ്ങനെ അതിരുവിട്ട് ആനന്ദിക്കുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അഹങ്കരിക്കുന്നവർ അള്ളാഹുവിന് ഇഷ്ടമല്ല. തിരൂരിലെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, കുറച്ച് പ്രായമുള്ള ഒരാളാണ്, VP ഉമർ എന്ന് പറയും. നിങ്ങൾക്കറിയായിരിക്കും, ഇതിൽ പല ആളുകൾക്കും അറിയുന്നുണ്ടാവും അദ്ദേഹത്തെ എന്നുള്ള ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ മകൻ നല്ല യുവാവായിരിക്കുന്നൊരു സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കിടയിൽ പരസ്പരം ഒരു കളിക്കാരനോട് കൂട്ടിമുട്ടിയിട്ട് തലക്ക് മാരകമായ മുറിവേറ്റ് മരിച്ചുപോയി. നമ്മുടെ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തകനായിരുന്ന നല്ല പ്രതിഭാശാലിയായിരുന്നൊരു കുട്ടിയായിരുന്നു. ഒന്ന് ആലോചിച്ചു, ഒരു മകൻ നഷ്ടപ്പെട്ട വാപ്പയുടെ സങ്കടത്ര വലുതായിരിക്കും. അദ്ദേഹം പറഞ്ഞു, അന്ന് എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ വന്നു, കുറേ ആളുകൾ എന്നെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, പക്ഷെ എനിക്കതൊന്നും ഒരു ആശ്വാസമാവില്ല. അതിനിടയ്ക്ക് NV അബ്ദുറഹ്മാൻ സാഹിബ് വന്നു, അരീക്കോടുള്ള. അദ്ദേഹം പറയാണ്, NV വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ ഖുർആൻ പരിഭാഷ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് എടുത്തുകൊണ്ടിരുന്നു. ഞാനത് എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സൂറത്തുൽ ഹദീദ് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ സൂറത്തുൽ ഹദീദ് എടുത്തു. അതിൽ 21-ാമത്തെ ആയത്തൊന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകരമായൊരു സമയത്ത്, നിർണായകമായൊരു നിമിഷത്തിൽ ഖുർആൻ എങ്ങനെയാണ് ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ ഒരു പുതുമഴയായി അദ്ദേഹത്തിൻ്റെ മേൽ ചൊരിഞ്ഞത് എന്ന ഒരു അനുഭവമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സൂറത്തുൽ ഹദീദ് എടുക്കാൻ പറഞ്ഞ് 21-ാമത്തെ ആയത്ത് ഓതാൻ പറഞ്ഞു. ഞാൻ ഓതി കൊടുത്തു. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. ഒന്നും സംഭവിക്കുന്നില്ല ജീവിതത്തിൽ, അള്ളാഹു നേരത്തെ അത് നിശ്ചയിച്ചിട്ടല്ലാതെ. യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു നേരത്തെ കൂട്ടിയുള്ള തീരുമാനം ഉണ്ടായത്? അതിൻ്റെ കാരണം ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നഷ്ടപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പേരിൽ സങ്കടപ്പെടാതിരിക്കാനാണ്. ആ കുട്ടിയുടെ മയ്യത്തുണ്ട് മുന്നിൽ, ആ വാപ്പയുടെ. ആ വാപ്പയാണ് ഈ വചനം വായിക്കുന്നത്. നഷ്ടപ്പെട്ട ഒന്നിൻ്റെ പേരിൽ സങ്കടപ്പെടാതിരിക്കാനാണ്. സംഭവിക്കുക തന്നെ ചെയ്യും അത്. വലാ തഫ്റഹു ബിമാ ആതാകും, കിട്ടിയ ഒന്നിൻ്റെ പേരിൽ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കാനുമാണ്. നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ചിലതൊന്നും എത്ര ആവശ്യപ്പെട്ടാലും അള്ളാഹ് നമുക്ക് തരൂല. ചിലതൊക്കെ എത്ര ആവശ്യപ്പെട്ടില്ലെങ്കിലും കോരിച്ചൊരിഞ്ഞ് തരും. അള്ളാഹുവിൻ്റെ രീതി അതാണ്. അപ്പോൾ ചില ആളുകൾ പറയും, ഞാൻ നന്നാകാത്തിൻ്റെ കാരണം അല്ലല്ലേ, അല്ല നേരത്തെ കൂട്ടി തീരുമാനിച്ചതല്ലേ. അല്ല, അത് വേറെ കാര്യം. ജീവിതത്തിന് 2 വശങ്ങളുണ്ട്. ഏതാണ് ആ 2 വശം? ഒന്നാമത്തെ വശം, നമുക്ക് യാതൊരു ചോയ്സും ഇല്ലാത്തൊരു വശമുണ്ട്. നമ്മുടെ ജനനം, നമ്മുടെ മരണം. നമ്മൾ ആണാകണോ പെണ്ണാകണോ, വെളുത്തവനാകണോ കറുത്തവനാകണോ, അറബിയാകണോ ഇന്ത്യക്കാരനാകണോ, ജീവിതത്തിലുണ്ടാകുന്ന അപകടങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, പരീക്ഷണഘട്ടങ്ങൾ, ഇതിലൊന്നും നമുക്കൊരു ചോയ്സും ഇല്ല. അതൊക്കെ അള്ളാഹിൻ്റെ തീരുമാനമായിട്ട് അങ്ങനെ നടക്കും. എന്നാൽ നമുക്ക് ചോയ്സ് ഉള്ളൊരു ഭാഗമുണ്ട്. അതേതാണ്? നമ്മൾ എന്ത് പറയണം, എന്ത് പറയണ്ട, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്ത് ധരിക്കണം, എന്ത് ധരിക്കണ്ട, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണ്ട, അത് നമ്മുടെ തീരുമാനമാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പോയത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. വേണമെങ്കിൽ നരകത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കായിരുന്നു. അബൂജഹൽ നരകത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അയാൾക്ക് വേണമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കായിരുന്നു. 2 വഴികളുണ്ടായിരുന്നു മുമ്പിൽ. അതാണ് വഹദൈനാഹുൻ നജ്ദൈൻ. 2 വഴികളുണ്ട് മുന്നിൽ. എന്നിട്ട് ഒരാൾ പറയാണ്,
ഞാൻ നന്നാകാത്തതിൻ്റെ കാരണം അല്ലല്ല, അയാളാണ്. സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ അല്ല പറഞ്ഞിട്ടുണ്ട്, ബിമാ കസബത് ഐദീക്കും, നിങ്ങൾ സമ്പാദിച്ചതുകൊണ്ട് അത് നേടിയത്. അല്ലാഹ് അല്ല ഒരാളെ നന്നാക്കുന്നതും അല്ലാഹ് അല്ല ഒരാളെ കേടുവരുത്തുന്നതും, അയാൾ തന്നെയാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് രൂപീകരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു ചർച്ച നടന്നപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ശില്പികൾ കൂടിയിരുന്നിട്ട് ആലോചിക്കുകയാണ്, പാർലമെൻറ്റിൻ്റെ മെയിൻ കവാടത്തിൽ വളരെ പ്രസിദ്ധമായ ഏതൊരാളുടെയും കണ്ണ് തറപ്പിക്കുന്ന ഒരു വചനം എഴുതി വെക്കണം. അങ്ങനെ കുറേ ആളുകൾ ഓരോ കോട്ടിങ്സായിട്ട് വന്ന്, അപ്പോഴാണ് ഭരണഘടനയുടെ ശില്പിയായിരുന്ന ഡോക്ടർ ഭീംറാവു അംബേദ്കർ ഒരു വചനമായിട്ട് വന്നിട്ട് പറഞ്ഞു, നമുക്കിതാക്കാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എല്ലാവരും കാണിച്ചു കൊടുത്തു. എല്ലാവരും അത് വായിച്ചിട്ട് ശരി ഇത് മതി എന്ന് പറയാണ്. ആ വചനം ഇന്നും തങ്കലിപികൾ കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 11-ാമത്തെ ഒരാൾ, ഒരു സമൂഹം, ഒരു ജനത സ്വയം മാറണമെന്നാഗ്രഹിക്കുന്നത് വരെ അള്ളാഹു വരെ മാറ്റുകയില്ല. അള്ളാഹു ഒരാളെ പിടിച്ചിട്ട് നന്നാക്കുന്നില്ല, അള്ളാഹു ഒരാളെ പിടിച്ചിട്ട് കേടുവരുത്തുന്നില്ല. മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക ചെയ്തത്, അള്ളാഹു വഴികൾ തുറന്നു കൊടുക്കുക ചെയ്തത്, ഫ്രീഡം നൽകുക ചെയ്തത്. എന്നിട്ട് ശരിയായൊരു വഴി കാണിച്ചു കൊടുത്തു. ആ വഴി തിരഞ്ഞെടുത്താൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. അത് പറഞ്ഞു തരാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു, അത് പറഞ്ഞു തരാൻ വേദഗ്രന്ഥങ്ങൾ പിന്നെ കൊടുത്തയച്ചു. അതാണ് മതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളല്ലാതെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വശം ഇതാണ്. 2 വശങ്ങളിൽ ഒന്നാണ് പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സിന് അനുഭവിക്കുന്ന വല്ലാത്ത ഒരു പ്രശാന്തതയുണ്ട്. ഒരു നഷ്ടത്തിലും നമ്മുടെ മനസ്സ് ആകുലപ്പെടുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൂറത്തുൽ ളുഹ, വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ഒരു അധ്യായമാണ് സൂറത്തുൽ ളുഹ. എന്താണ് അള്ളാഹു അതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്? വല്ലുഹ വല്ലൈലി ഇദാ സജ. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാണ്, വളരെ വിഷമത്തോടു കൂടി റസൂൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോഴാണ് ഈ വചനം ഇങ്ങനെ ഇറങ്ങുന്നത്. ആ വചനം ഇങ്ങനെ ഇറങ്ങുകയാണ്, വല്ലുഹ. ലുഹ എന്നൊരു സമയം സത്യമല്ലേ? സത്യമാണ്. അത് സത്യമാണ് എങ്കിൽ വല്ലൈലി ഇദാ സജ, രാത്രി ശാന്തമാവുക, ഇരുട്ടുകൊണ്ട് ശാന്തമായി തീരുക എന്നുള്ളൊരവസ്ഥ സത്യമല്ലേ? സത്യമാണ് എങ്കിൽ മാ വദ്ദഅക റബ്ബുക വമാ ഖല, എന്നോട് നിങ്ങളോട് അള്ളാഹു പറയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖല. എത്ര വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്ന് ഇടുത്തിയായി പെയ്തു വീഴുമ്പോഴും, നമ്മളൊരു അന്യ രാജ്യത്താണ് താമസിക്കുന്നത്. ഈ രാജ്യത്തിന് ഈ രാജ്യത്തിൻ്റെതായ നിയമങ്ങളുണ്ടാവും. ആ നിയമങ്ങൾ ഭരണകൂടത്തിൻ്റെ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ അനുസരിക്കുകയല്ലാതെ വേറൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. ഏത് തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ മേൽ വന്ന് ഇടുത്തിയായി പെയ്താലും, ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മേൽ വന്ന് വീണാലും അല്ലാഹു പറയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖല. ദുഹ എന്നൊരു സമയം സത്യമാണ് എങ്കിൽ പകൽ വെളിച്ചം പോലെ സത്യമാണ്, രാത്രി പോലെ സത്യമാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ കൈവടിയില്ല, നിന്റെ റബ്ബ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല, നിന്റെ റബ്ബ് നിന്നെ വെറുക്കുകയുമില്ല. ഫലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊല. ഈ ഒന്നാമത്തെ ജീവിതത്തെക്കാൾ നിനക്ക് നല്ലത് രണ്ടാമത്തെ ജീവിതമാണ്. വരാനിരിക്കുന്ന ലോകമാണ് ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത്. എന്തിനാ പേടിക്കുന്നത്? വലസൗഫ യുഅതീക റബ്ബുക ഫതർല. പേടിക്കണ്ടടോ. എത്ര ഒരു സാന്ത്വനമാണ് ആലോചിച്ചു. ആ ഒരു ശൈലിയിലല്ല പറയുന്നത്, പേടിക്കണ്ട, നിനക്ക് തരും നിന്റെ റബ്ബ്. വലസൗഫ യുഅതീക റബ്ബുക, നിന്റെ റബ്ബ് നിനക്ക് തരും. ഫതർല, അപ്പൊ നിനക്ക് സന്തോഷമാവും. അലം യജിദിക യതീമൻ ഫആവ, നിന്നെ യതീമായി കണ്ടപ്പോൾ, ഒന്നുമില്ലാതെ നീ അലഞ്ഞപ്പോൾ നിന്റെ റബ്ബ് നിനക്ക് അഭയം നൽകിയില്ലേ? ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, എന്തിനാ പേടിക്കുന്നത്? ഏത് നിയമങ്ങൾ വന്നാലും എന്തിനാ പേടിക്കുന്നത്? ഒരു ഹവായി ചെരുപ്പും ഒരു കീസുമായിട്ടാണ് ഞാൻ ഈ ജിദ്ദയിൽ വന്നിറങ്ങിയത്. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എൻ്റെ റബ്ബ് എനിക്ക് ചൊരിഞ്ഞു തന്നത്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ. എൻ്റെ ഉമ്മയ്ക്ക് ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടായി,
എൻ്റെ വാപ്പയെ കൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്യിച്ചു, എൻ്റെ മക്കൾക്ക് സൗഭാഗ്യങ്ങളുണ്ടായി, എനിക്ക് വീടുണ്ടായി, എൻ്റെ മക്കളെ കെട്ടിച്ചു, വിദ്യാഭ്യാസം നേടിക്കൊടുത്തു. എന്തിനാ പേടിക്കുന്നത്? ഇതല്ലെങ്കിൽ മറ്റൊരു വഴി, ഒരു ഹവായി ചെരുപ്പും ഒരു കീസുമായി ഒരു കവറുമായിട്ട് ഈ ജിദ്ദയിൽ വന്നിറങ്ങിയ എന്നെ എൻ്റെ റബ്ബ് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോകേണ്ടി വന്നാൽ ഒരു കൈക്കുമ്പിള് പോലെ എൻ്റെ റബ്ബ് എന്നെ കോരിയെടുക്കും എന്ന് പറയുന്ന ഒരാളുടെ ഉള്ളില് തളച്ചുമറിയുന്ന ഈമാനിന്റെ ഇന്ധനമുണ്ട്. അത് പകരാൻ നമുക്ക് കഴിയണം, അത് കിട്ടാൻ നമുക്ക് കഴിയണം. ആ ഈമാനിന്റെ ശക്തി സംഭരിക്കാൻ കഴിഞ്ഞാൽ ഏത് നിയമത്തിന്റെ കാരിരുമ്പുകൾ വന്ന് തറച്ചാലും നമ്മുടെ മനസ്സ് പതറൂല. അതാണ് അല്ലാഹു പറയുന്നത്. അനാഥനായി നീ അലഞ്ഞപ്പോൾ നിനക്ക് അഭയം നൽകിയില്ലേ? വവജദക ളാല്ലൻ ഫഹദാ, ലലാലത്തിലായിരുന്നപ്പോൾ, ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാതെ നീ അലഞ്ഞപ്പോൾ നിനക്ക് ഹിദായത്ത് തന്നവനല്ലേ ആ പഠിച്ചോൻ? വവജദക ആയിലൻ ഫഅഗ്ന, ഒന്നുമില്ലാതിരുന്ന നിന്നെ ഐശ്വര്യവാനാക്കിയില്ലേ നിന്റെ റബ്ബ്? ഒന്നുമില്ലാതിരുന്ന നിന്നെ ഐശ്വര്യവാനാക്കിയില്ലേ നിന്റെ റബ്ബ്? 20 കൊല്ലമായി ഈ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ഒരാൾ തിരിഞ്ഞു നോക്കട്ടെ, ആ 20 കൊല്ലം മുമ്പുള്ള ജീവിതവും ഇന്നുള്ള അയാളുടെ ജീവിതവും. 20 കൊല്ലം മുമ്പായിരുന്നു അയാളുടെ മക്കള് ആ അവസ്ഥയിലായിരുന്നു ഇന്നെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ? ആലോചിക്കട്ടെ. അലഞ്ഞ നിന്നെ അഭയം നൽകിയവനല്ലേ നിന്റെ റബ്ബ്? അനാഥനായിരുന്ന നിന്നെ സനാഥനാക്കിയവനല്ലേ നിന്റെ റബ്ബ്? ദലാലത്തിലായിരുന്ന നിന്നെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നവനല്ലേ നിന്റെ റബ്ബ്? എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാ, ഇന്ന് നീ യതീമായിരുന്നപ്പോൾ നിനക്ക് നിന്റെ റബ്ബ് അഭയം നൽകി. എന്നാൽ ഇന്ന് അഭയമില്ലാതെ അലയുന്ന യതീമുകളുണ്ട്. അവരുടെ കാര്യത്തിൽ നീ എന്തു ചെയ്യണം? എന്നോട് നിങ്ങളോട് പറയുന്നു, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അതുകൊണ്ട് ഒരു യതീമിനെയും നീ അടുപ്പിക്കാതിരിക്കരുത്, അവഗണിക്കരുത്. ഒരു യതീമിനെയും നീ അവഗണിക്കരുത്. നമ്മുടെ മക്കളെ പോറ്റുക എന്നുള്ളൊരു ഉത്തരവാദിത്തം പോലെ നമ്മുടെ ചുമലിൽ അല്ലാഹു തന്നിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ ചുറ്റും ഒരു യതീമായ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലേ? അതൊരു ഔദാര്യമൊന്നുമല്ല, ഉത്തരവാദിത്തമാണത്. യതീമായ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹിയോട് വന്നിട്ട് ഒരു സ്വഹാബി പറയാണ്, റസൂലെ, എന്തോ കരുണ പറ്റിയതുപോലെ മനസ്സ്, സ്നേഹം പറ്റിയതുപോലെ ഒരു മനസ്സ്, എന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല ഗുരുനാഥൻ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്, ഉണ്ടല്ലേ, മനസ്സിലൊരു വറ്റിയ അവസ്ഥയുണ്ടല്ലേ, ഒരു ഉണങ്ങിയ അവസ്ഥയുണ്ടല്ലേ, എന്നാളൊരു അനാഥ കുട്ടിയെ പോയിട്ട് ഒന്ന് തലോട്, ആ അനാഥ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്ക്. സ്നേഹം കിട്ടാത്തവന് സ്നേഹം കിട്ടുമ്പോൾ അറിയാം എന്താണ് സ്നേഹമെന്ന്. പിതാവിന്റെ ചൂട് കിട്ടാത്ത മകൻ അനുഭവിക്കുന്ന ആ സന്തോഷം അറിയുമ്പോൾ അറിയാം എന്താണ് ആ സ്നേഹമെന്ന്. അത് കിട്ടാത്തവന് കൊടുക്കുക എന്ന് പറഞ്ഞു. യതീമായ കുട്ടികളെ തലോടേണ്ടതിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു യതീം കുട്ടിയെ നമ്മൾ തലോടിയിട്ടുണ്ടോ? ഞാൻ തലോടിയിട്ടുണ്ടോ? നിങ്ങൾ തലോടിയിട്ടുണ്ടോ? യതീമായൊരു കുട്ടിയെ. യതീമുകളെ കുറിച്ച് അല്ലാഹു പറയുമ്പോഴൊക്കെ അവിടെ മറഞ്ഞു കിടക്കുന്ന മറ്റൊരാശയമുണ്ട്. അതാരാ? വിധവയായൊരു സ്ത്രീയാണത്. യതീം എവിടെയുണ്ടോ അവിടെ വിധവയായൊരു സ്ത്രീ ഉണ്ടാവും. അസ്സാഇ അലൽ അർമിലത്തി വൽ മസാകീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർ. അസ്സാഇ അലൽ അർമിലത്തി വൽ മസാകീൻ, സാധുക്കളുടെ കാര്യത്തിൽ പോരാടുന്നവർ, വിധവകൾക്ക് വേണ്ടി പോരാടുന്നവൻ. കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ വാളും പരിചയം എടുത്തിട്ട് പോരാടുന്നവനെ പോലെയാണ്. എന്താ പറയാൻ കാരണം? പെട്ടെന്നൊന്നും കഴിയൂല, മനസ്സലിയൂല.